ഹായ്. ഇന്ന് ചക്ക കൊണ്ടൊരു നെയ്യപ്പാന്ന്, എൻ്റെ ഫസ്റ്റത്തെ നെയ്യപ്പാന്ന്. അപ്പോൾ ഞാൻ അമ്മേനൊക്കെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഞാനങ്ങ് ചെയ്യാമെന്ന് വെച്ച്. എങ്ങനെയാവും അറിയില്ല, എന്നാലും ചെയ്ത് നോക്കാം. അപ്പോൾ പച്ചരി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് പൊതിർത്തിട്ട് ഞാൻ ജാറിൽ അരക്കാനിട്ടിട്ടാവുള്ളത്. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഫൈനൽ റിസൾട്ട് എന്താവും എന്നറിയില്ല. പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ സാധനങ്ങൾ, അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ പച്ചരി അരച്ചു മിക്സിയിൽ. പിന്നെ ആ ടിപ്പിയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കുറച്ച് ചക്ക വെല്ലം ഇട്ടിട്ട് വഴറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വെച്ചതാണ്. അപ്പോൾ അത് ആദ്യം കുറച്ച് പച്ചരി അരച്ചു, പിന്നെ കുറച്ച് ആ ചക്കേൻ്റെ മിക്സും കൂടി ഇട്ടിട്ട് അതും കൂടി നന്നായിട്ട് അരച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് അമ്മമ്മ എനിക്ക് വെല്ലം ഒരുക്കി തന്നു. അപ്പോൾ ഞാൻ ഓരോരോ പൊട്ടത്തരങ്ങൾ എൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അമ്മമ്മ പറയുമ്പം ഞാൻ ചിരിച്ച് തള്ളുകയാണ്. വേറെ ഒന്നും ചെയ്യുക അതല്ല, ഞാനിങ്ങനെ ഓവർകം ചെയ്യും. അങ്ങനെ അരച്ച് മിക്സിയിൽ ചക്കയും ചക്ക വരട്ടിയതും പച്ചരിയും കൂടി അരച്ച മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ കുറച്ച് വേണ്ടത് മൈദയാണ്. മൈദ ഞാൻ ആദ്യം വെള്ളത്തിൽ കലക്കിയിട്ട് ആ കൂട്ടിലേക്ക് ഒഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി വെള്ളം കൂടിപ്പോകും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ആദ്യം വെള്ളത്തിൽ കലക്കി നോക്കി. പിന്നെയും വെള്ളം കൂടിപ്പോയാൽ പിന്നെ അത് മൊത്തത്തിൽ കൊളാവും. അപ്പോൾ അതിനിടയ്ക്ക് കാത്തുമ്മ എന്നോട് എന്തെല്ലോ പറയുന്നുണ്ട്. കാത്തുമ്മേനോട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. വീഡിയോ ഓണാക്കി വെച്ച കാര്യമേ ഞാൻ മറന്നുപോയി. അങ്ങനെ കുറച്ച് സമയം ഞാൻ ആ മൈദ കുഴക്കാൻ നോക്കി. പിന്നെ അമ്മമ്മ പറഞ്ഞത് നടപടിയാകുന്ന കാര്യമല്ല, വെള്ളം കൂടി പോകുന്നു. അപ്പോൾ പിന്നെ ഞാൻ അമ്മമ്മേൻ്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ അകത്ത് ആ മൈദ ആ കൂട്ടിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ തുടങ്ങി. കുറേ മിക്സ് ചെയ്ത് പക്ഷെ അത് മിക്സ് ആവുന്നില്ല. പിന്നെ ഞാൻ കുറേ സ്പൂണ് വെച്ചിട്ട് കുറേ ട്രൈ ചെയ്ത് നോക്കി മിക്സ് ചെയ്യാൻ. പക്ഷേങ്കിൽ സംഭവം അങ്ങോട്ടങ്ങ് മിക്സായി വരുന്നില്ല. പിന്നെ അമ്മമ്മ പറഞ്ഞ് ആ ഉരുക്കിയ വെല്ലവും കൂടി അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് മിക്സ് ആയിക്കോളും. ഉരുക്കിയ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് കാണാൻ നല്ല രസമില്ലേ? എനിക്കിതിങ്ങനെ ഒഴിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് മിക്സാക്കി നോക്കി. പിന്നെയും ഒരു നടപടി ആവുന്നില്ല, കാരണം ഇതങ്ങോട്ട് മിക്സായി വരുന്നില്ല സ്പൂൺ കൊണ്ട് ഇളക്കിയോ. അപ്പം അമ്മ പറഞ്ഞ ഒരു കാര്യം ചെയ്തോ, സ്പൂണാടെ വെച്ചിട്ട് കയ്യിനെ കൊണ്ട് ഇളക്കിക്കോന്നു. കയ്യിനെ കൊണ്ട് ഇളക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് എത്രയായിട്ടും ആ കട്ട അങ്ങോട്ട് ഉടയുന്നില്ല. ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടണ്ടേ, ഒട്ടും കട്ടയില്ലാണ്ട് കിട്ടണം. കുറേ ഞാൻ സ്പൂൺ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കി. അവസാനം അമ്മ പറഞ്ഞത് മാറ്റി വെച്ചോന്ന് പറഞ്ഞ് അപ്പം ഞാനത് സ്പൂണങ്ങ് മാറ്റി വെച്ച് പിന്നെ കയ്യിനെ കൊണ്ട് കുഴക്കാൻ തുടങ്ങി. കയ്യിനെ കൊണ്ട് ഓറഞ്ചും പൊറഞ്ചും ഫുള്ള് കുഴച്ച് ഒരുവിധം എങ്ങനെയല്ലോ കൂടി ഞാൻ സെറ്റാക്കി എടുത്ത് ആദ്യം കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അതിനെ കൊണ്ട്. പിന്നെ എന്തായാലും നമുക്ക് റിസൾട്ട് കുറച്ചങ്ങ് നല്ലതായിരിക്കണമല്ലോ എന്ന് വെച്ചിട്ട് നന്നായിട്ടങ്ങ് അവസാനം കുഴച്ച് അത്യാവശ്യം കുറച്ചൊക്കെ കട്ടയൊക്കെ ഉടഞ്ഞ്. കട്ട മീൻസ് മൈദയും കൂടി മിക്സായിട്ട് വരണമല്ലോ. കുറച്ചൊക്കെ ഉടഞ്ഞ്. പിന്നെ ആ ഉരുക്കിയ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരിയും കൂടി വെള്ളമാക്കിയിട്ട് പിന്നെയും വീണ്ടും നന്നായിട്ട് ഉടച്ച്. പിന്നെ അപ്പോൾ കുറേയൊക്കെ കട്ട ഉടഞ്ഞ് കിട്ടി. പിന്നെയും ഞാൻ വെച്ച് മതി, എനിക്ക് കയ്യെല്ലാം ചൂടാന്ന്. അങ്ങനെ എന്നെ ചൂടാനുള്ള പാത്രം എന്താ പറയുക, ഉണ്ണിയപ്പം കാര അടുപ്പത്ത് വെച്ച് ഉണ്ണിയപ്പം ഇടാനുള്ള പാത്രവും കയ്യിലും എല്ലാം ഞാൻ സെറ്റാക്കി വെച്ച്. കാരണം ഓരോന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ കാര ചൂടായപ്പോൾ കുറേ ഓയിൽ ഒഴിച്ച് ഞാൻ പതിയെ എൻ്റെ ഫസ്റ്റത്തെ കുറേ സമയം ഇളക്കി നോക്കിയത് വീണ്ടും കട്ടയുടെയും പിന്നെ വെച്ച് കയ്യെല്ലാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഇത് ഞാൻ എൻ്റെ ഇതിലേക്ക് പാർന്ന്. ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല ഫ്ലെയിമായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്ലെയിമൊന്ന് കുറച്ച് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഓരോന്നായിട്ട് ഒഴിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് ഇതിന്. അപ്പോൾ തീ കുറച്ചിട്ടേനുള്ളത്. അപ്പോൾ എല്ലാം മറിച്ചിട്ട് അവസാനം അത് കോരിയെടുത്ത്. പിന്നെ ഫ്ലെയിം കുറച്ചത് ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിലായിട്ടില്ല. പിന്നെ ഓർമ്മ വന്നു. അപ്പോൾ അത് കൂട്ടി. ഇതിങ്ങനെ തിളച്ചിട്ട് കാണാൻ നല്ല രസമില്ലേ? തിളച്ചിട്ട് കാണാൻ നല്ല ടേസ്റ്റും നല്ല രസമുണ്ട്. അവസാനം ഫസ്റ്റത്തത് ഞാൻ കോരിയെടുത്ത്. പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അടുത്തതും കൂടി പറഞ്ഞിട്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ, അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട്. ഇതിൻ്റെ ആണെങ്കിൽ ചൂട് പോകുന്നേയില്ല. എങ്ങനെയല്ലോ ഒന്നും എടുത്തിട്ട് ഞാൻ അതൊന്ന് തുറക്കാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. ചൂട് കാരണം ഞാൻ വീണ്ടും അത് അവിടെ തന്നെ വെച്ച്.
പിന്നെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒന്നെടുത്ത് ഊതി 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 എൻ്റെ ചൂട് കളയാൻ വേണ്ടിയിട്ട് മരണ ചൂടായത്, വായിൽ വെക്കാൻ പറ്റാതെ ചൂട്. പിന്നെ അവിടെ തന്നെ വെച്ച് ഊതി 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 ഒന്ന് സെറ്റാക്കി. അതിൻ്റെ ഉള്ളൊക്കെ വെന്തിനോന്ന് അറിയാൻ വേണമല്ലോ, അപ്പോൾ അത് പൊളിച്ചു നോക്കിയാലേ തിരിയും. അങ്ങനെ ഒന്നെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഊതി ഊതിയൊക്കെ ആക്കി ഒന്ന് പൊളിച്ചു നോക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ആര് വീണിട്ടുണ്ട്. എൻ്റെ ഉണ്ണിയപ്പം, എൻ്റെ ഫസ്റ്റത്തെ ഉണ്ണിയപ്പം, അതും ചക്ക കൊണ്ടുള്ളത് നന്നായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും വെള്ളമൊക്കെ ചേർക്കാം. നിലവിൽ അതൊന്നും ഇവിടെ ലഭ്യമല്ലാത്തത് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് ഉണ്ണിയപ്പം ആയതുകൊണ്ടും ഞാൻ പിന്നെ അതിൽ സ്കിപ്പ് ചെയ്തതിന്. എനിക്കതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമൊന്നുമല്ല, അതുകൊണ്ട് ഞാനതൊന്നും ചേർത്തില്ല. പക്ഷേ എനിക്ക് നല്ല ഉണ്ണിയപ്പായിരുന്നു കേട്ടോ. കുഞ്ഞ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് ആരെല്ലാം വേണ്ടിയിട്ടുണ്ട്. അവസാനം എല്ലാം ഏകദേശം കുറേയെല്ലാം ആക്കി കാത്തുമ്മ ഉറങ്ങാനായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം കാത്തുമ്മ കൊടുക്കാമെന്ന് വെച്ച്. പക്ഷെ ഞാൻ കൊടുത്തിട്ട് അവൾ മേടിക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കിയതായത് കൊണ്ട് ഓക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് അറിയില്ല. അമ്മമ്മ കൊടുക്കുമ്പോൾ വാങ്ങുന്നുണ്ട്, ഞാൻ കൊടുക്കുമ്പോൾ എന്നെ അടിക്കുമായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും ഓക്കൊരു കോൺഫിഡൻസ് ഇല്ല. പക്ഷെ അമ്മമ്മ കൊടുക്കുമ്പോൾ തിന്നുന്നുണ്ട്, ഞാൻ കൊടുക്കുമ്പോൾ ഓക്കത് വേണ്ട. പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മമ്മക്കും ഞാൻ കൊടുത്ത്, അമ്മമ്മ പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. ഇങ്ങനെ കാത്തുമ്മക്ക് ഒരു 2 എണ്ണമൊക്കെ കൊടുത്ത്. അവൾക്ക് ഇഷ്ടമാണ് അപ്പം മധുരമുള്ളതാണല്ലോ. അതുകൊണ്ട് അവളും കുറച്ച് കഴിച്ച്, ഞാനും കഴിച്ച്, അമ്മമ്മയും കഴിച്ച്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചുടുന്നതിൻ്റെ ഇടയ്ക്ക് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൻ പരിപാടി തിന്നലാന്ന്. മെയിൻലി ഇത് ഞാൻ ചുട്ടത് എനിക്ക് തന്നെ കുത്തി നിന്ന് തിന്നാനാണ്. അങ്ങനെ ഞാൻ ഓരോന്ന് ചുടും, ഓരോ റൗണ്ട് ചുടും, അതിൽ മൊത്തം ഞാൻ തന്നെ തിന്നു തീർക്കും. അങ്ങനെ ഓരോ റൗണ്ടും ചുട്ട് അവസാനം ലാസ്റ്റത്തതും കൂടി ചുട്ട് മൊത്തത്തിൽ ആ പാത്രത്തിലാക്കി. കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നു. അപ്പോൾ ഓക്കെ, ബൈ.